പ്രണവ് മോഹൻലാൽ നായകനാകുന്ന രണ്ടാമത്തെ ചിത്രം 21ാം നൂറ്റാണ്ടിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. മോഹൻലാൽ തന്നെയാണ് മകന്റെ ചിത്രത്തിന്റെ ട്രെയിലർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ലാൽ പ്രണവ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ജനുവരി 25-ന് റിലീസ് ചെയ്യും. അരുൺ ഗോപിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ടോമിച്ചൻ മുളകുപാടമാണ് 21ാം നൂറ്റാണ്ടിന്റെ നിർമ്മാതാവ്. പുലിമുരുകന്റെ ആക്ഷൻ ഡയറക്ടറായ പീറ്റർ ഹീൻ തന്നെയാണ് 21ാം നൂറ്റാണ്ടിന്റെയും ആക്ഷൻ ഡയറക്ടർ. അതിനാൽ തന്നെ ട്രെയിലറിൽ ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുത്തി എന്നത് ഒരു എടുത്തു പറയേണ്ട സംഗതി തന്നെ. ആദിയിൽ നിന്നും പ്രണവിന്റെ വേറിട്ടൊരു രൂപമായിരിക്കും 21ാം നൂറ്റാണ്ടിൽ കാണാൻ പോകുന്നതും. അത് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഛായാഗ്രഹണം അഭിനന്ദൻ രാമാനുജൻ, സംഗീതം ഗോപി സുന്ദർ, എഡിറ്റിംഗ് വിവേക് ഹർഷൻ നിർവഹിക്കുന്നു. പുതുമുഖമായ റേച്ചലാണ് ചിത്രത്തിൽ പ്രണവിന്റെ നായിക. കലാഭവൻ ഷാജോൺ, മനോജ് കെ ജയൻ, സുരേഷ് കുമാർ, ധർമ്മജൻ ബോൾഗാട്ടി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു റോളിലാണ് പ്രണവ് ഈ ചിത്രത്തിൽ എത്തുന്നത്. ടിപ്പിക്കൽ യങ് ബോയ് തന്നെയാണ് ചിത്രത്തിൽ എങ്കിലും ആദിയിലെ പാർക്കൗറിന് പകരം ഈ സിനിമയിൽ സർഫിംഗ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സർഫിംഗിന്റെ ഒരു ഷോട്ട് പോലും ട്രെയിലറിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആദിയിൽ സീരിയസ് ആയി കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു തമാശ രംഗം പോലും പ്രണവ് കൈവച്ചില്ല. എന്നാൽ ഇതിൽ ചില തമാശ പൊടിക്കൈകൾ പ്രണവ് ഇടുന്നതായി ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു പക്ക എന്റർടൈനർ ആയി പോകുന്ന സിനിമയായിരിക്കും 21ാം നൂറ്റാണ്ട്. ആക്ഷൻ രംഗങ്ങളിലെ പ്രധാനമായ ചില സീനുകൾ ട്രെയിലറിൽ മിന്നിമറഞ്ഞു. പ്രണവ് എന്ന മോഹൻലാലിന്റെ മകനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് സിനിമയുടെ ട്രെയിലറും സീനുകളും പോകുന്നത്. ആദിയിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തനിക്ക് ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങൾ, ആ പാറ്റേണിലെ കാര്യങ്ങൾ പോലെയാണ് 21ാം നൂറ്റാണ്ടും പറയപ്പെടുന്നത്. എനിക്ക് ഗുണ്ടാ പണിക്കൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന ഡയലോഗും പിന്നീട് ഇതെന്റെ ആദ്യത്തെ കൊട്ടേഷൻ ആണെന്ന് പറയുന്നതും ഒക്കെ അതിന്റെ തെളിവായി വേണമെങ്കിൽ പറയാം. എന്തായാലും വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രം തന്നെയായിരിക്കും. കാരണം പ്രണവിന്റെ രണ്ടാമത്തെ ചിത്രം, അരുൺ ഗോപിയുടെ രണ്ടാമത്തെ ചിത്രം, രണ്ടുപേരുടെയും ആദ്യത്തെ ഹിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തെ ചിത്രത്തിൽ എത്തുമ്പോൾ ഇവർക്ക് തെളിയിക്കാൻ പലതുമുണ്ട് എന്ന് തന്നെ പറയാം. ബാലിയിലാണ് പ്രണവ് സർഫിംഗ് പരിശീലിച്ചത്. സർഫിംഗ് എന്ന വാക്ക് ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ ട്രെയിലറിൽ ഒരു രംഗം പോലും ഉൾപ്പെടുത്തിയില്ല. എന്തായാലും ആ ഞെട്ടിക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇനി സിനിമയിൽ തന്നെ കാണണം എന്ന് തന്നെ തോന്നുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ട്രെയിലർ അവസാനിച്ചു. കാണാനുള്ള ആകാംക്ഷയും കൂട്ടി. ഇനി നമ്മൾക്ക് തിയേറ്ററിൽ തന്നെ കാണാം.